ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഗാഡ്, ദൈവത്തിൻ്റെ മഹത്വം. ഐസയ 40:12-13 and 28. യെശയ്യാ പ്രവാചകനിൽ നിന്ന് 40 അധ്യായത്തിൻ്റെ 12-13. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ ആ ദൈവത്തെ കൂടുതൽ അങ്ങോട്ട് ആശ്രയിക്കാൻ ഒക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം വേദപുസ്തകത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ പറയുന്നുണ്ട്. പക്ഷെ ചില വാക്യങ്ങൾ നമ്മളിങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ ജീവൻ വെപ്പിച്ച് പഠിപ്പിക്കും. അതിലൊന്നാണ് ഇത്. അടുത്ത ദിവസങ്ങളിൽ എന്നെ പഠിപ്പിക്കുന്ന ഒരു വാക്യമാണ് ഞാൻ എടുക്കുന്നത്. യെശയ്യാ 40:12-13 വരെ. തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുന്നവനും തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ ആർ? യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയോ, അവന് മന്ത്രിയായി അവന് ഗ്രഹിപ്പിക്കുകയോ ചെയ്തവൻ ആര്? Who has measured the waters in the hollow of his hand? Who has measured the heaven with a span and calculated the dust of the earth in a measure, weighed the mountains in scales and the hills in a balance? Who has directed the Spirit of the Lord, or as his counselor has taught him? ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ഇതാ പറയുന്നത്, ഭൂമിയിലെ വെള്ളം മുഴുവനും അവൻ്റെ ഉള്ളം കൈയിൽ വഹിക്കുകയാണ്. ഭൂമിയിലെ വെള്ളം മുഴുവൻ അവൻ്റെ ഉള്ളം കയ്യിലാണ് വഹിക്കുന്നതെങ്കിൽ അവൻ വലിയവൻ തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഈ കാണുന്ന വെള്ളം, ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും എല്ലായിടത്തുമുള്ള വെള്ളം അവൻ്റെ ഉള്ളം കൈകളിലാണ് വഹിക്കുന്നത് എന്ന് പറയുമ്പം നമുക്ക് അവനോടൊരു ബഹുമാനവും ഒരു ആദരവുമാണ് വരുന്നത്. അതേപോലെ തന്നെ പറയുന്നത്, എല്ലാ ആകാശവിധാനം കൊണ്ട് മുഴുവനും ചാണുകൊണ്ട്, തൻ്റെ കയ്യിലിരിക്കുന്ന അളവ് നൂലുകൊണ്ട് ചാണുകൊണ്ട് പരിണാമമെടുക്കി അവനെ അളന്നെടുക്കുന്ന വിശ്വസ്തനായ ദൈവമാണ്. ഇത് ദൈവത്തിന് മാത്രമേ ഈ അളവെടുത്തിട്ട് അവൻ്റെ കയ്യിൽ അത് ഉൾക്കൊള്ളിക്കാനൊക്കത്തുള്ളൂ. ഭൂമിയിലുള്ള സകല പൊടിയും അവൻ്റെ കയ്യിലിരിക്കുന്ന നാഴികയിൽ ഉൾക്കൊള്ളുകയാണ്. നമ്മൾ ചിന്തിക്കണം, ഞാൻ വലുതാണ്, ഞാൻ മറ്റവനാണെന്നൊക്കെ ഓരോരുത്തർ ചിന്തിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ കയ്യിൽ ഈ മുഴുവൻ ഭൂമിയുടെ പൊടിയും അല്ലെങ്കിൽ മണ്ണും അല്ലെങ്കിൽ അതിൻ്റെ ചെളിയും ഈ മണ്ണ് കാണുന്നതെല്ലാം കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് വിചാരിക്കുമ്പം ആ പൂഴിയിൽ നിന്ന് ഒരംശം എടുത്തിട്ടാണ്, ഈ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന പൂഴിയിൽ നിന്ന് ഒരംശം എടുത്തിട്ടാണ് എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. The marvelous creative power of God, ഇല്ലേ? ഈ ദൈവം ആര്? അതാണ്, അവൻ പൊടി അവൻ്റെ നാഴിയിൽ ഉൾക്കൊള്ളിക്കുകയാണ്. പർവ്വതങ്ങൾ വെള്ളിക്കോലുകൊണ്ട്, ഈ കാണുന്ന പർവ്വതങ്ങളെല്ലാം അവൻ്റെ കയ്യിലില്ല വെള്ളിക്കോൽ അല്ലെങ്കിൽ അളവ് നൂലുകൊണ്ട് അല്ലെങ്കിൽ സ്കെയിൽ കൊണ്ടെന്ന് പറയുന്നത് പോലെ അളക്കുകയാണ്. കുന്നുകൾ ത്രാസിൽ തൂക്കുന്നവനാണ്. അവൻ്റെ മനസ്സ് ആർക്കറിയാം? ഈ ദൈവത്തെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? യെശയ്യാ പ്രവാചകൻ 40:12-13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ പറയുന്ന ഈ ദൈവം നമ്മളോട് പറയുന്നു. എന്താണ് ഞങ്ങളോട് പറയുന്നത്? നിങ്ങളോട് എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരുശലേമിനോട് ആദരവോട് സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞു, അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറയുവീൻ. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും വരേണം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണ്. ഈ ദൈവം വലിയവനാന്ന് പറയുന്ന ഇവൻ നമ്മളോട് പറയുകയാണ്, ഈ മനുഷ്യൻ നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവരെ കുറ്റം പറഞ്ഞാണ് വിധിക്കുന്നത്. ഒരു കാലമുണ്ട് കഷ്ടത്തിന്, പക്ഷെ ദൈവം ഇപ്പോൾ പറയുന്നു, ആശ്വസിപ്പിക്കുക. നിങ്ങൾ പോയി അവരോട് വഴക്കുണ്ടാക്കിയിട്ട് അവരെ കുറ്റം പറഞ്ഞ് ശപിക്കാതെ നിങ്ങൾ ആശ്വസിപ്പിക്കുക, സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞു കൊടുക്കുക. അവളുടെ ലജ്ജ തീർന്നെന്ന്, അവളുടെ കഷ്ടകാലം തീർന്നിരിക്കുന്നെന്ന് ആര് വിളിച്ചു പറയും? അത് പറയാൻ ഇപ്പം നമ്മൾ ഒരാളുടെ കുറ്റം പറയാനാണെങ്കിൽ നമുക്ക് എളുപ്പം നാവേൽ വരും. പക്ഷെ ഒരാളെ ആശ്വസിപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാണ്. ആശ്വസിപ്പിക്കുക, അതാ പറയുന്നത്. പോയി ആശ്വസിപ്പിക്കുന്ന ടൈമായി. എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക. എന്നിട്ട് എന്താ പറയുന്നത്?
നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു യെരുശലേമിനോട് ദൈവത്തിൻ്റെ രാജ്യമാകുന്ന സ്ഥലമാകുന്ന യെരുശലേമിനോട് ആദരവ് സംസാരിക്കാൻ. അത് ദൈവമക്കളോടാണ്. അവളുടെ യുദ്ധസേവ കഴിഞ്ഞു, ഞാൻ അവരുടെ അകൃത്യമെല്ലാം മോചിപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുന്നത് കേൾക്കണം, കേട്ടോ ഈ ദൈവം വിളിച്ചു പറയുന്നത് നീ കേൾക്കുന്നോ? നമ്മൾ ഈ സ്ത്രീകൾ കേട്ടോ കേട്ടോ എന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ നുണയാണ്. പക്ഷെ ഇവിടെ ദൈവം പറയുന്നത്, കേട്ടോ ഞാൻ എന്താ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എന്താണ് അവിടെ ദൈവം നമുക്കൊരു പുതിയ വാതിൽ തുറന്നു തരുന്നു. കർത്താവ് പറയുന്നുണ്ട്, എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വാകണം, ദുർഘടങ്ങൾ സമമായി മാറണം. അപ്പോൾ ഈ നമ്മുടെ ജീവിതപാതയിൽ ജീവിതത്തിൻ്റെ മുമ്പിൽ ചിലർക്ക് താഴ്വരയാണ്, ചിലർക്ക് തകർന്ന അവസ്ഥയാണ്. പക്ഷെ കർത്താവ് നീ പോയി കൈ കൊടുത്തവരെ പൊക്കിയെടുക്കുക. പിന്നെ ചിലർക്ക് വലിയ അഹങ്കാരമാണ്, നീ ഒന്ന് ചെന്ന് ശാസിക്കുക, താഴട്ടെ. അപ്പോൾ വളഞ്ഞ വഴികൾ നേരെയാക്കാനും ദുർഘടങ്ങളെ നേരെയാക്കി തരാനും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുമ്പം നമ്മൾ പോയി ആശ്വസിപ്പിക്കുന്ന വചനം ആരുടെ പേരിലാണ്? ദൈവത്തിൻ്റെ. ആരായി ദൈവം? തൻ്റെ കൈകൊണ്ട് സകലതും നിർമ്മിച്ചവൻ. ഭൂമിയിൽ കാണുന്ന വെള്ളം മുഴുവൻ അവൻ്റെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവനാണ്. ഭൂമിയിലുള്ള പൂഴി മുഴുവനും അവൻ്റെ കയ്യിലിരിക്കുന്ന നാഴിയിൽ, ഈ ഭൂമിയിലെ പർവ്വതങ്ങളും സകലവിധ കാര്യങ്ങളും അവൻ ത്രാസിന്മേൽ തൂക്കിയെടുക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് നിന്നോട് പറയുന്നത്, പോയി ആശ്വസിപ്പിക്കേ. നമ്മൾ പറയും എനിക്ക് കാശ് കിട്ടിയിട്ട് ഞാൻ പോകാം, അല്ലെ ഞാൻ ചെയ്തു തരാം. ഈ പണമാണ് ഒരു വലിയ പണം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ പണം ഒരു മാമോൻ സ്പിരിറ്റാണ്. മനുഷ്യന് പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കാലമാണ്. വചനം കൊണ്ട് നേടേണ്ടതെല്ലാം നമ്മൾ പണം കിട്ടിയാലേ കിടക്കത്തുള്ളൂ. ഒരപ്പനും അമ്മയും ഒരു വീട് ഭരിക്കേണ്ടത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ 10 മക്കളുള്ള അപ്പനമ്മമാർ അവരുടെ മക്കളെ വളർത്തുന്നത് ഒരു ചെറിയ ഇൻകത്തിനകത്ത്, അല്ലെ ഒരു കൃഷി കൊണ്ട്. അവർക്ക് ആ 10 മക്കളെ വളർത്താൻ പാടില്ല. ഇന്ന് ഒരു മകനെ വളർത്താൻ, ഒരു മകളെ വളർത്താൻ ഈ കിട്ടുന്ന കാശൊന്നും പോരാ. ഒരു ഭർത്താവ് തന്നെ ജോലി ചെയ്താൽ പോരാ, ഭാര്യ ജോലി ചെയ്യണം, പിന്നെ വേറെ വല്ലവരും കൂടെ ജോലി ചെയ്ത് അപ്പനമ്മമാരുണ്ടാക്കിയതും കൂടെ കൊടുക്കണം. കാലം മാറുന്നു. ദൈവത്തിൻ്റെ സത്യങ്ങൾ മറന്ന് നമ്മൾ എന്നൊക്കെ കാണിച്ചാലും അതുകൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുന്ന പോലത്തെ അവസ്ഥയാണ്. കർത്താവ് പറയുന്ന ആശ്വസിപ്പിക്കുക, ഞാനല്ലേ പറയുന്നത് നിൻ്റെ കൂടെ ഞാൻ ഉണ്ട് എന്ന്. ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഈ ആശ്വസിപ്പിക്കുന്ന ദൈവം എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നു എങ്കിൽ കംഫർട്ട് മൈ പീപ്പിൾ എന്ന് പറയുമ്പം ദൈവത്തിന് വലിയ പ്ലാനുകളുണ്ട്. കർത്താവ് പറയുന്നത് ഈ ഭൂമിയിൽ കേട്ടോ വിളിച്ചു പറയുന്നത് എന്ത്? സകല ജഡവും പുല്ലുപോലെ, അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയാണ്. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുമ്പോൾ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കും. ഒന്നേ നിലനിൽക്കുന്നതുള്ളൂ, പണമല്ല, ഡിഗ്രി അല്ല, ആരോഗ്യമല്ല, ഇതെല്ലാം മാറിപ്പോകും. നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് മാറ്റമില്ലാത്ത ദൈവവചനം മാത്രമാണ്. അത് വിളിച്ചു പറയാൻ അനുഭവിക്കുന്നവർ വിളിച്ചു പറയുമ്പോൾ അതിന് ശക്തിയുണ്ട്. നമ്മളിപ്പം ബാങ്കിലോട്ട് പോയി നമ്മൾ ഒരു 10,000 രൂപ എടുക്കണമെങ്കിൽ നമ്മൾ ബാങ്കിൽ ഉണ്ടെങ്കിൽ പോയി എടുക്കാം. പക്ഷെ 10,000 വേഴ്സ് നമ്മുടെ കയ്യിൽ വചനമുണ്ടെങ്കിൽ ആ വചനം കയ്യിലിരുന്ന് ഉപയോഗിച്ചാൽ പണം വീട്ടിനകത്ത് കൊണ്ടുതരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവമുണ്ട്. ആ ദൈവം ചെയ്തു തരും. നമ്മൾ വിളിച്ചു പറയണം, ഈ ദൈവത്തിൽ വിശ്വസിക്കുക. അതായത് നമ്മുടെ കണ്ണ് മാമോൻ സ്പിരിറ്റിൽ പണത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ഈ ദൈവം പറയുന്നതിന് ഒന്നിനും വിലയില്ല. അപ്പം നമ്മളൊരാളെ കാണുന്നത് പണമുള്ള, അവൻ ആദ്യം പണം തന്നിട്ട് വേണം പറയട്ടെ എന്ന് പറയും. അങ്ങനെയല്ല ദൈവവചനം പറയുന്നത്. വചനം പറഞ്ഞു കൊടുക്കാമെന്നാണ് ദൈവം പറയുന്നത്, പണം കൊടുക്കാനല്ല. യഹോവയുടെ ശ്വാസം ഊതുകയാണ്. എന്തിനാ? നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കും. സുവാർത്താ ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതങ്ങളിലേക്ക് കയറി ചെല്ലുക. സുവാർത്താ യെരൂശലേമേ, നിൻ്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട് ഇതാ നിങ്ങളുടെ ദൈവമെന്ന് പറയുക. അതാണ് പറയേണ്ടത്. സഹായിക്കാൻ ചെല്ലുക. നമ്മൾ രോഗികളോട് ചെന്ന് പറയുമ്പം ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞു കൊടുത്ത് ബലപ്പെടുത്തുക ചെയ്യേണ്ടത്. പണമില്ലാത്തവനോട് പ്രാർത്ഥിക്കുക, ദൈവം കൊണ്ടുതരും. പിന്നെ നിങ്ങൾക്ക് പണം അതിനൊരു ബോണ്ടേജ് മാറ്റണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് കൊടുത്താൽ ആ ബന്ധനം അഴിച്ചു തരും ദൈവം. ഇപ്പോൾ ഒരാൾക്ക്
10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിൽ ആകെക്കൂടെ 5,000 രൂപയേ ഉള്ളൂ. എങ്ങനെ കൊണ്ട് കൊടുക്കും? കൊടുക്കാൻ മേടിയാ. പക്ഷേ ആത്മാവ് പറയാണ്, നീ കൊണ്ട് കൊടുക്കേ. ആ 5,000 രൂപ കൊണ്ട് കൊടുത്ത്, അല്ലെ 1000 രൂപ കൊണ്ട് കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു മാസത്തിന് ആ പ്രശ്നം അവിടെ പരിഹരിച്ചു കൊടുക്കും. കാരണം കെട്ടുപൊട്ടിക്കാൻ ഒരാളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഓർക്കണം, ഓരോ ഭവനങ്ങളിൽ നമ്മൾ കാല് ചവിട്ടുമ്പം അവരുടെ പ്രശ്നങ്ങൾ അഴിയുന്നത് നമ്മുടെ മിടുക്കൊണ്ടല്ല, നമ്മൾ പറയുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പറയുന്നത് എങ്ങനെയാണ്? ദൈവം പറയുന്ന വചനം ചെന്ന് പറയുക, അനുസരണം. ദൈവത്തിൻ്റെ വചനമുള്ളവർക്കിത് മനസ്സിലാകും നന്നായിട്ട്. കർത്താവ് പറയുന്നതിന്, കർത്താവ് ബലശാലിയായിട്ട് വരുന്നു. കർത്താവിന് ബലമുണ്ടെന്ന് അവനെ ഒന്ന് ഉയർത്തിപ്പറ. അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇത് രാജാവിൻ്റെ കാര്യം ഈ പറയുന്നത്. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. കൂലിയും പ്രതിഫലവും തരുന്ന ദൈവമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ ഒരിക്കലും ഈ പണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ആരെന്നോട് പൈസ ചോദിച്ചാലും ഞാൻ മനസ്സുകൊണ്ട് ഉടനെ പരിശുദ്ധാത്മാവിനോട് പറയും, അവരുടെ ആവശ്യം വലുതാണ്, നീ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഉടനെ ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്, വെച്ച് പ്രാർത്ഥിക്കേ. കുറച്ച് ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് നോക്കേ, ദൈവസന്നിധിയിൽ അത് ഏൽപ്പിച്ച് നോക്കേ, വിശ്വസിക്കേ. അത് കഴിയുമ്പോൾ ആരുടെയും ഹൃദയം ദൈവം ഒരുക്കും കൊടുപ്പിക്കാൻ. അത് ദൈവത്തിൻ്റെ ജോലിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നല്ല ചിലപ്പം കിട്ടും. പിന്നെ ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ചാൽ അത് പിന്നെയും തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? സ്വർഗഭണ്ഡാരം തുറന്ന് തരാൻ കഴിയത്തില്ല. തരുമെന്ന് വിശ്വസിക്കുക. സ്വർഗവാതിൽ തുറന്ന് തരുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. പണമായിട്ടെല്ലാവർക്കും ചിലപ്പോൾ ആ കാര്യം നടത്തി തരുമായിരിക്കും. അതായത് ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ദൈവം നമ്മളെ ആടുകളായിട്ട് കാണുന്നത്. ദൈവത്തിന് ഇടയനായിട്ടാണ് പറയുന്നത്. ഇടയൻ്റെ ജോലിയാണ് ആടുകളെ മേയ്ക്കുക, ആടുകളെ ശരിയായിട്ട് നടത്തും. എങ്ങനെയാണ്? ആടുകളെ, പുരുഷന്മാരെയും വലിയവരെയും എല്ലാം ദൈവം മേയിച്ചുകൊണ്ട് നടക്കുന്നു. കുഞ്ഞുങ്ങളെ മാർവോട് ചേർക്കും, സ്ത്രീകളെ പതുക്കെ നടത്തിക്കൊണ്ടുവരും. ഇങ്ങനെ ശക്തനായ ഒരു ഇടയൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇവിടെ നടക്കുന്നത്? ഈ അധ്യായത്തിൽ തന്നെയാണ് ദൈവം ചോദിക്കുന്നത്, അവന് മന്ത്രിയായിരിക്കുന്നവൻ ആരെന്ന് പറയുമ്പം ഈ 1 കൊരിന്ത്യർ 2:16 പറയുന്നുണ്ട്, അവന് മനസ്സറിഞ്ഞവരാര്. ഇത് പഴയ നിയമം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഇതിന് ഉത്തരം തന്നിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 2:16 ഇങ്ങനെയാണ് വായിക്കുന്നത്. 15 കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവനാർ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. എനിക്ക് ആരുടെ മനസ്സുള്ളത്? ക്രിസ്തുവിൻ്റെ മനസ്സ്. അങ്ങനെയുള്ളവരെക്കുറിച്ച് അവസാന അധ്യായത്തിൽ, ആ ചാപ്റ്ററിൻ്റെ അവസാനം യെശയ്യാ 40 വായിക്കുന്നത്. എടുത്ത് വായിക്കുവിൻ. അവന് മന്ത്രിയായിട്ടിരിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ മനസ്സിപ്പോൾ തന്നിട്ടുണ്ടെന്ന്. നമ്മൾ ദൈവം പറയുന്നത് പറയാനൊന്ന് തയ്യാറാമോ? ഒന്ന് വിനയപ്പെടാമോ? ദൈവത്തിന് വേണ്ടി ഒന്ന് അനുസരിക്കാമോ? കർത്താവരൊന്ന്, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറക്കും, കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എങ്ങനെയാണ്? കഴുകന്മാരെ പോലെ പറന്നുയരാനുള്ള ശക്തി ദൈവമായിട്ട് തരുന്നത്. നമ്മൾ ക്ഷീണിക്കത്തില്ല. കർത്താവ് പറഞ്ഞ് ക്ഷീണിക്കത്തില്ല. കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മളെയും നമ്മുടെ തലമുറയും കണ്ടിരിക്കുകയാണ്. അവൻ വിശ്വസ്തൻ തന്നെ. അവനൊരു വാഗ്ദത്തം തന്നെങ്കിൽ അതിൽ ഉറച്ച് വിശ്വസിക്കുക. കർത്താവ് പറയുന്ന ആശ്വസിപ്പിപ്പീൻ, എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, യൗവനക്കാർ പോലും, ബാല്യക്കാർ ക്ഷീണിക്കുക, യൗവനക്കാർ തളർന്നു പോകും. എന്നാൽ നിന്നെ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ പറന്നുയരും. അങ്ങനെ ഉയർന്ന പദവിയിലിരുന്നു കൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ ഞങ്ങൾ നോക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് കാണും. അതല്ല എങ്കിൽ പ്രശ്നം വലുതായിട്ട് മുമ്പിൽ നിൽക്കുക. ആ പ്രശ്നം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇത് മല പോലെ നിൽക്കുന്നത് മാറിപ്പോട്ടെ, അത് പൊടിയായി മാറട്ടെ പിച്ച. എന്നിട്ട് നീ ഞങ്ങളുടെ മുൻപിൽ പാതകൾ നിരപ്പാക്കി തരുന്നു, താഴ്വരകൾ പൊങ്ങി വരുന്നു. കർത്താവെ, താഴ്വരകളും കർത്താവെ അടിയിൽ കിടക്കുന്നതായിട്ടുള്ള മനസ്സിന് മനസ്സിലാക്കാത്തതായിട്ടുള്ള നിഗൂഢ സത്യങ്ങൾ ഞങ്ങൾക്ക് നീ മനസ്സിലാക്കിച്ചു കൊണ്ടുതരുന്നതിന് സ്തോത്രം. ഒരിക്കലും ഇത് നടക്കത്തില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ദൈവം രാത്രി കൊണ്ടൊരു പുതിയ ഉത്തരമായിട്ട് കടന്നു വരുന്നതിന് സ്തോത്രം. കർത്താവെ,
കർത്താവെ, ഉയർന്ന മലകൾ താണയൊക്കത്തുള്ളൂ. ചിലർ എന്ത് പറഞ്ഞാലും വഴങ്ങാതിരിക്കുന്ന മക്കളുണ്ട്. എങ്ങനെ പോയാലും അവരുടെ ഹൃദയം കഠിനമായിട്ടിരിക്കുന്നു. കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസള ഹൃദയമാക്കി കർത്താവെ, ഉയർന്നിരിക്കുന്ന മലകൾ താണുവന്ന് സമഭൂമിയാക്കി എൻ്റെ ദൈവത്തിന് യാത്ര ചെയ്യാൻ പറ്റിയ ഭൂമിയാക്കി വഴിയാക്കി മാറ്റി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, വിളി കേൾക്കുമ്പോൾ കേൾക്കാൻ ഉത്തരം പറയാത്ത ഒരു മക്കളില്ല പശ. അവിടുന്ന് ഒരാളുടെ മുമ്പിൽ വന്ന് നിന്നാൽ അവിടുത്തെ ഒരു നോട്ടം കൊണ്ട് മാറ്റം വരുത്തും, ഒരു വാക്കുകൊണ്ട്. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. തലമുറകളുടെ മേൽ നിൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഈ അയക്കുന്ന വചനങ്ങൾ ഭൂമിയുടെ ഒരറ്റത്തോട്ട് മറ്റേ അറ്റം വരെ പോയി പ്രവർത്തിച്ചിട്ട് തിരിച്ചു വരട്ടെ. വിശ്വസ്തനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ പഠിപ്പിക്കപ്പിച്ച്, കുറ്റം പറയുന്നതിന് പകരം ആശ്വസിപ്പിക്കുന്ന ഹൃദയമിട്ട് തന്നാൽ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.